Then question number 12. From the top of a 7-meter high building, the angle of elevation of the top of a cable tower is 60 degree and the angle of depression of its foot is 45 degree. Determine the height of the tower. From the top of a 7-meter high building, 7-meter height ഉള്ള ഒരു ബിൽഡിംഗ്, അതിന്റെ ടോപ്പിൽ നിന്ന്, from the top of a 7-meter high building, the angle of elevation of the top of a cable tower is 60 degree. CE is the cable tower and the angle of elevation to its top of the cable tower is 60 degree. അപ്പം അതിന്റെ ഹൊറിസോണ്ടൽ ലെവൽ ഇവിടെ നിന്നാണ് നോക്കുന്ന ഹൊറിസോണ്ടൽ ലെവൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, then and the angle of depression of its foot is 45 degree. ഈ ഇവിടുന്ന് മേളിലോട്ട് നോക്കുന്ന 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു ഇറ്റ്സ് ഫുട്ട് ഓഫ് ദ ടവർ, ടവറിന്റെ ഫുട്ടിലേക്ക് നോക്കുന്നു 45 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇവിടാണ് ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്നത്. ഇതിന്റെ അഡ്ജസന്റ് ആംഗിൾ ആണ് ഇത്, ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് ഇത്. അപ്പം ഈ ട്രയാംഗിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ABC, ഈ ഒരു കേസിൽ ഈ ഒരു ട്രയാംഗിൾ എടുത്താലും മതി. സാധാരണ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. 45 ഡിഗ്രി. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇത് രണ്ടും പാരലൽ ലൈൻസ് ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നു. ഇത് 45 ഡിഗ്രി, ദിസ് ഓൾസോ 45 ഡിഗ്രി. ഓക്കെ, this side is AB is 7, then CD is also 7 meter. Okay, we have to find CE. CE is the height of the tower. Then first let CE be the height of the tower. Then in triangle ADE, ആദ്യം angle of elevation ഈ triangle ആണ്. Then triangle ADE, tan 60 is equal to DE by AD, opposite side by adjacent side, then DE by AD. Tan 60 is root 3, root 3 is equal to DE by AD. AD is equal to DE by root 3. Or DE is equal to, ഇത് അങ്ങോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, DE is equal to DE is equal to AD into root 3. Okay, DE നമുക്ക് ഈ ADയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇൻ ട്രയാംഗിൾ ABC നമുക്ക് ഇതാണ് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം DE നമുക്ക് കാണണം. ഇത് 7 മീറ്റർ ഉണ്ട്. DEയും കൂടെ കണ്ടുപിടിച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ കേബിൾ ടവർ കിട്ടും. അതിനായിട്ട് നമ്മൾ ആദ്യം DE is equal to AD root 3 എന്ന് എഴുതി. ADയുടെ ലെങ്ത് കാണണം. ADയും BCയും സെയിം ആണ് നമ്മുടെ ഫിഗറിൽ, അല്ലെ? AD ആൻഡ് BC ആർ ഓഫ് സെയിം ലെങ്ത്. നമുക്ക് ഈ ട്രയാംഗിൾ എടുത്തിട്ട് നമുക്ക് BC കണ്ടുപിടിക്കാം. ആ ലെങ്ത് തന്നെയാണ് നമുക്ക് ADക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പം ഇൻ ട്രയാംഗിൾ ABC, tan 45 is equal to opposite side by adjacent side, that is AB by BC, then 7 by BC, that is BC is equal to 7 meter. ആ BC തന്നെയാണ് AD. Then AD is also 7 meter. Then DE is equal to AD root 3. അപ്പോൾ AD ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 7 root 3. Then DE is equal to 7 root 3. DC is equal to 7 meter. Then total height of the cable wire is equal to CD plus DE, that is 7 plus 7 root 3, that is 7 into 1 plus root 3. Okay, clear ആയോ? Question number 13. As observed from the top of a 75-meter tall lighthouse, the angles of depression of two ships are 30 degree and 45 degree. ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് ഷിപ്പിന്റെ പൊസിഷൻസ് നോക്കുക. അപ്പം ആസ് ഒബ്സർവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 75-meter tall ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് ആണ് 75 meter.
The angles of depression of two ships are 30 degree and 45 degree. ഒരു രണ്ട് ഷിപ്പിന്റെ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻസ് തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എടുക്കുമ്പോഴാണ് ഇത് 30 വരുന്നു, അപ്പം ഇത് 30, ഇത് 45 വരുന്നു, അപ്പൊ ഇവിടെ 45. ഓക്കെ. Then if one ship is exactly behind the other on the same side of the lighthouse, ഈ ലൈറ്റ് ഹൗസിന്റെ സെയിം സൈഡിലാണ് ഒരെണ്ണത്തിന്റെ നേരെ പുറകിലാണ് മറ്റേത്. മനസ്സിലായോ? സെയിം സൈഡ് ഓഫ് ദ ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസിന്റെ സെയിം സൈഡിലാണ്. ലൈറ്റ് ഹൗസിന്റെ രണ്ട് സൈഡിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഷിപ്പിന്റെ ഇതിങ്ങനെ ലൈറ്റ് ഹൗസ്, ഒരെണ്ണം ഇങ്ങോട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലാണ്, ഇവിടെ വരുമ്പോൾ ഇത് 30 ഡിഗ്രി വരും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ 45 ഡിഗ്രി വരും. മനസ്സിലായോ? ഇവിടാണ് 45 ഡിഗ്രി വരുന്നത്, അപ്പൊ ഇവിടെ 45 ഡിഗ്രി വരും. രണ്ട് സൈഡിലാണെങ്കിൽ, ലൈറ്റ് ഹൗസിന്റെ രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ഒരു ഷിപ്പ്, ഇവിടെ ഒരു ഷിപ്പ്. അപ്പൊ ഷിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഈ ലെങ്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഷിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഷിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഷിപ്സ്. ഈ ഷിപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു പൊസിഷൻ സിയും ഒരു പൊസിഷൻ ഡിയും, ഷിപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് സി ഡി. എങ്ങനെ കണ്ടുപിടിക്കും? ബി ഡി മൈനസ് ബി സി. രണ്ട് സൈഡിൽ വരുന്നതും ഒരു സൈഡിൽ വരുന്നതും എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ട്രയാങ്കിൾ എ ബി സി. ഫസ്റ്റ് എ ബി സി triangle. Tan 45 is equal to AB by BC. Then tan 45 is 1 is equal to 75 BC. Then BC is equal to 75 meter. മനസ്സിലായോ? ABC tan 45 is equal to AB by BC. Tan 45 is 1, 75 by BC. Cross multiplication, we get BC is equal to 75 meter. Next, in triangle ABD. ADB എന്ന് എഴുതണ്ട, ABD തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇൻ ട്രയാങ്കിൾ ABD tan 30 is equal to AB by BD. AB by BD. Tan 30 is 1 by root 3 is equal to 75 by BD. Cross multiplication, we get BD is equal to 75 root 3. Okay. Then CD is equal to BD minus BC. That is 75 root 3 minus 75 is equal to 75 into root 3 minus 1. Root 3 value തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വരെ ചെയ്താൽ മതി. Okay. Next is question number 14. A 1.2 meter tall girl spots a balloon moving with a wind in a horizontal line at a height of 88.2 meter from the ground. Ground 88.2 meter ഹൈറ്റിലെ ഒരു ബലൂൺ ഫ്ലൈ ചെയ്യും. The angle of elevation of the balloon from the eyes of the girl at any instant is 60 degree. ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ഗേൾ ഈസ് 60 ഡിഗ്രി. ഇവിടാണ് ആദ്യം ബലൂൺ. ഇവിടുന്ന് അത് മൂവ് ചെയ്ത് എവിടം വരെ പോയി? കൈറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഈ ബലൂൺ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പറക്കുവാണ്. ഈ ബലൂൺ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടം വരെ വന്നപ്പം ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി? 30 ഡിഗ്രി ആയി. നമുക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് എലിവേഷൻ കുറയും. അപ്പൊ ഇവിടെ നിന്നപ്പം ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആയിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വന്നപ്പം ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആയി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ ഡ്യൂറിംഗ് ദ ഇന്റർവൽ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ, ഇവിടെ ആയിരുന്ന ബലൂൺ ഇവിടം വരെ വന്നു. ദാറ്റ് ഈസ് AE is the distance that is same as CD. AEയും CDയും സെയിം ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്ത് വന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? CD BD മൈനസ് BC ചെയ്താൽ കിട്ടും അല്ലെ? BD മൈനസ് BC ചെയ്യുമ്പോൾ നമുക്ക് CD കിട്ടും. ഇനി ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഈസ് 88.2 and height of the girl is 1.2 meter. Then what is the distance? ADE. DE is equal to 88.2 minus 1.2 എത്ര വരും? 87. അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 87. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്.
In tan 60 is equal to AC by BC. Tan 60 is equal to AC by BC, that is 87 by BC, 87 by root 3. അത് റാഷണലൈസ് ചെയ്തിട്ട് നമുക്ക് 87 3 കൂടെ ക്യാൻസൽ ചെയ്ത് 29 root 3 എന്ന് കിട്ടും. അടുത്തത് ഈ ട്രയാങ്കിൾ EDB, ഈ ട്രയാങ്കിൾ tan 30 is equal to DE by BD. Tan 30 is 1 by root 3. 1 by root 3 is equal to 87 by BD. BD is equal to cross multiplication 87 root 3. Okay. Then CD is equal to BD minus BC. BD is 87 root 3. BC is 29 root 3. BD minus BC is equal to 58 root 3. Okay. Question number 15. A straight highway leads to the foot of the tower. A man standing at the top of a tower observes a car at an angle of depression of 30 degree. ഇവിടെ നിന്നിട്ട് ഫസ്റ്റ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 30 ഡിഗ്രിയിലെ ഒരു കാർ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ആ കാറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ D, വിച്ച് ഈസ് അപ്രോച്ചിങ് ദ ഫുട്ട് ഓഫ് ദ ടവർ വിത്ത് എ യൂണിഫോം സ്പീഡ്. ഇത് ഇവിടുന്ന് ഈ ഫുട്ട് ഓഫ് ദ ടവറിന്റെ സൈഡിലോട്ട് പോകുക, ഇങ്ങോട്ടാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ആഫ്റ്റർ 6 minutes later, the angle of depression of the car is found to be 60 degree. 6 minutes കഴിഞ്ഞപ്പം ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയായി? 60 ഡിഗ്രി ആയി. അപ്പൊ ഇത് ഡിന്ന് സിയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയായി? 60 ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. 6 minutes later ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയോ, സ്പീഡ് എസ് എന്നെടുക്കുക. യൂണിഫോം സ്പീഡ് ഇസ് ഈക്വൽ ടു എസ്. ദെൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സ്പീഡ് എസ് ആണ്, ടൈം 6 minutes ആണ്. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽ ഇസ് ഈക്വൽ ടു 6s. ഡൗട്ട് ഉണ്ടോ? അപ്പം ഈ ഡി ഇത് സി വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്ത്? 6s. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6s. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഫ്രം ഡി ടു സി ഈസ് 6s. ഇനി അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു റീച്ച് ദ ഫുട്ട് ഓഫ് ദ ടവർ. ഇവിടുന്ന് ഫുട്ട് ഓഫ് ദ ടവർ വരെ എത്താൻ എത്ര ടൈം എടുക്കും? അപ്പം ആദ്യം ഡിസ്റ്റൻസ് എത്ര എടുക്കും എന്ന് കണ്ടിട്ട് വേണം നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ. ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടൈം കിട്ടുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ CBയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ട്രയാങ്കിൾ ABC, tan 60 is equal to AB by BC, then root 3 is equal to AB by BC, then AB is equal to BC root 3. Then in triangle ABD, tan 30 is equal to AB by BD. AB by BD is 6s plus BC. ശരിയല്ലയോ? 6s plus BC. ഇവിടെ എത്ര 6s? പിന്നെ ഇത് BC. അപ്പം BD is equal to 6s plus BC. AB is equal to BC root 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ BC ABയുടെ പ്ലേസിലോട്ട് ഞാൻ BC root 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then 1 by root 3 is equal to BC root 3 by 6s plus BC. Cross multiplication ചെയ്യുമ്പം 6s plus BC is equal to BC root 3 into root 3. Root 3 into root 3, 3. 3 BC is equal to 6s plus BC. 6s is equal to 3 BC minus BC. എന്ത് വരും? 2 BC. ആദ്യം BCയുടെ ലെങ്ത് കാണണം, അതാണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടൈം കിട്ടുന്നത്. അപ്പം 2 BC is equal to 6s. BC is equal to 6s by 2. That is 3s. BC നമുക്ക് 3s എന്ന് കിട്ടി. That is the distance traveled from C to B is 3s. That is time is equal to distance by speed. Distance എന്ന് പറയുന്നത് 3s by speed is s. Cancel ചെയ്യുമ്പോൾ 3 minutes. Okay, clear ആയോ? Then last question, നിങ്ങളുടെ പോർഷൻ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ ആണ്. കോംപ്ലിമെന്ററി ആംഗിൾസ് നിങ്ങൾക്ക് പഠിക്കാനില്ല. Okay, then this is the end of this chapter. Okay, thank you.